സൃഷ്ടിവാദം അമ്മൂമ്മക്കഥയാണെന്നാണ് പ്രൊഫസർ രവിചന്ദ്രൻ പറയുന്നത്. പക്ഷേ തെളിയിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്ര സത്യമാണ് സൃഷ്ടിവാദമെന്ന് ഞാൻ പറയുന്നു. അത് വെറുതെ പറയുകയല്ല, ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. എന്റെ പേര് ടൈറ്റസ് കാർത്തിയപ്പള്ളി. രവിചന്ദ്രനോടും അയാളെ അന്ധമായി ആരാധിക്കുന്ന ആരാധകരോടും യുക്തിവാദികളോടുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്, പറയാനുള്ളത്. രവിചന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, വെറുതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് എന്നെ ആക്ഷേപിക്കാൻ തുനിയണ്ട എന്നുള്ളതാണ്. ഒരു കാലത്ത് നിങ്ങളെക്കാൾ വലിയ ദൈവനിഷേധിയായിരുന്നു ഞാൻ. അനുഭവത്തിലൂടെയും അറിവിലൂടെയുമാണ് ഞാൻ ദൈവത്തെ കണ്ടെത്തിയത്. വർഷങ്ങളായി ഞാനൊരു ശാസ്ത്ര പഠിതാവും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ രവിചന്ദ്രനേക്കാൾ ഒരു ക്ലാസ് കൂടുതൽ പഠിച്ചിട്ടുണ്ടെന്ന് ചുരുക്കം. അപ്പം ശാസ്ത്ര സംബന്ധമായി അറിവില്ലാതെ അല്ല ഞാൻ സംസാരിക്കുന്നത്, വ്യക്തമായ ബോധ്യത്തോടുകൂടെ തന്നെയാണ്. രവിചന്ദ്രനെ പോലെ എന്തെങ്കിലും വായി തോന്നുന്നതൊക്കെ പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ കണ്ടം വഴി ഞാൻ ഓടാറില്ല. പറയുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ ചോദിച്ചാൽ, അത് ചോദ്യമാകട്ടെ വിമർശനമാകട്ടെ, പെട്ടെന്ന് മറുപടി പറയാൻ കഴിയുന്നതാണെങ്കിൽ അപ്പോൾ തന്നെ, അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ മറുപടി പറഞ്ഞിരിക്കും. അതിനകത്ത് വാക്കുവ്യത്യാസമൊന്നും ഉണ്ടാകുകയില്ല. ശാസ്ത്രത്തെ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശാസ്ത്രത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന രവിചന്ദ്രൻ ഇതുവരെ ശാസ്ത്രത്തിനൊരു ഡെഫിനേഷൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്താണ് ശാസ്ത്രം? അത് പറഞ്ഞാൽ അവർക്ക് തന്നെ കുരുക്കാകും. അതുകൊണ്ടായിരിക്കാം അതെന്താണെന്ന് വ്യക്തമാക്കാത്തത്. അതുകൊണ്ട് ശാസ്ത്രം എന്താണ് എന്ന് വ്യക്തമായി പരിശോധിച്ചിട്ട് തുടർന്ന് നമുക്ക് ദൈവമുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. പ്രപഞ്ചരഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ഏറ്റവും ആശ്രയിക്കാവുന്ന വഴി ശാസ്ത്രത്തിൻ്റെതാണ് എന്ന് നാം പറയുമ്പോൾ, അതുകൊണ്ട് ജീവിക്കാൻ ശാസ്ത്രം മാത്രം മതി എന്ന് അർത്ഥമാക്കരുത്. എല്ലാ ജീവിത പ്രശ്നങ്ങൾക്കും ശാസ്ത്രീയമായ പരിഹാരമാർഗങ്ങൾ ലഭ്യമാണെന്നോ അല്ലെങ്കിൽ അതാണ് എല്ലാറ്റിനും ഉയരെ നിൽക്കുന്നതെന്നോ നാം ചിന്തിച്ച് ഭോഷത്വത്തിലേക്ക് വഴിതെറ്റിപ്പോകരുത്. യുക്താധിഷ്ഠിതമായ സമീപനം അത് നല്ലത് തന്നെയാണ്. എന്താണ് യുക്താധിഷ്ഠിതമായ അല്ലെങ്കിൽ ശാസ്ത്രീയമായ സമീപനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്, ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്നതുപോലെ സാമൂഹിക പ്രശ്നങ്ങളിലും മുൻവിധിയില്ലാത്തതും തികച്ചും സത്യസന്ധവുമായിരിക്കണം നമ്മുടെ സമീപനം എന്നുള്ളത് നാം മറന്നുപോകരുത്. പ്രതിഭാസങ്ങളെ, വസ്തുതകളെ ശ്രദ്ധാപൂർവം പക്ഷപാതമില്ലാതെ നിരീക്ഷിക്കുകയും സത്യസന്ധമായി നാം വിലയിരുത്തുകയും ചെയ്യണം. നമുക്കെത്ര പ്രിയപ്പെട്ട ശാസ്ത്ര സങ്കല്പമാണെങ്കിലും അത് അനുഭവത്തിന് വിരുദ്ധമായാൽ അതിനെ നാം നിസ്സംശയം ഉപേക്ഷിക്കുന്നത് പോലെ സാമൂഹിക രംഗത്തും അപ്രിയമായ സത്യത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. പഴയതെന്ന് കരുതി നല്ലതോ പുതിയതെന്ന് കരുതി മോശമോ ആകുന്നില്ല. സത്തുക്കൾ പരീക്ഷിച്ചു നോക്കിയിട്ട് തീരുമാനിക്കുന്ന മൂഢന്മാരാണ് ബാക്കിയുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നത് എന്ന് കാളിദാസൻ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പം ശാസ്ത്രീയ രീതിയിൽ നിന്ന് പകർത്തേണ്ട മറ്റൊരു ഗുണം
ആര് പറയുന്നു എന്ന് നോക്കാതെ എന്തു പറയുന്നു, പറയുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് നാം നോക്കേണ്ടത്. ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രവേശന കവാടത്തിൽ ലാറ്റിൻ ഭാഷയിൽ എഴുതി വച്ചിട്ടുണ്ട്, ആരുടെയും വാക്കിന്റെ ബലത്തിലല്ല എന്ന്. അപ്പൊ പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ യുക്തിയിലൂടെയും അനുഭവങ്ങളിലൂടെയും അനുമാനങ്ങളിൽ എത്തുക എന്നത് വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കഴിയുന്നത്ര പാലിക്കുവാൻ, അത് പാലിച്ചു പോകുവാൻ നാം ശ്രമിക്കേണ്ടതാണ്. യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും ആശ്വാസം കിട്ടാത്ത കാര്യങ്ങളിൽ സാധാരണ മനുഷ്യർ ദൈവത്തെ ആശ്രയിക്കുന്നതിനെ പുച്ഛിക്കുകയോ ദ്വേഷിക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും ശാസ്ത്രീയമല്ല. എന്നാൽ യുക്തിക്ക് വിരുദ്ധവും സമൂഹത്തിന് ദോഷകരവുമായവയെ എതിർക്കണം. സംഘർഷഭരിതമായ ജീവിതയാത്രയിൽ അനേകം പേർ വിടുതലിനും ആശ്വാസത്തിനും ആശ്രയത്തിനുമായി ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും അവർക്ക് അപ്രകാരം ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇതിൽ ശാസ്ത്രവിരുദ്ധമായി യാതൊന്നുമില്ല. പക്ഷേ വിശ്വാസത്തിന്റെ തെളിവായി അത് നിൽക്കുമ്പോൾ മനോസംഘർഷത്തിന് ശാസ്ത്രീയമായി നിർദ്ദേശിക്കാനുള്ള പരിഹാരം ഗുളികയും സൈക്കാട്രിക് കൗൺസിലും മാത്രമാണെന്ന് പറയുന്നിടത്താണ് നാം തെറ്റിപ്പോകുന്നത്. ഈ കൗൺസിലിംഗും ഈ ചികിത്സയും മനുഷ്യനെ തളർത്തുകയും തലച്ചോറിനെ തകർക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതേ വിഷയത്തിൽ ദൈവിക വിടുതൽ സാധ്യമാണെങ്കിൽ എന്തിന് ശാസ്ത്രം അതിനെ നിഷേധിക്കണം? രോഗികളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിൽ അത് സാമ്പത്തികമായും ശാരീരികമായും സൈക്കോ അനലിസ്റ്റുകൾ നമ്മുടെ നാട്ടിലെ മന്ത്രവാദികളെയും ആൾദൈവങ്ങളെ അപേക്ഷിച്ച് ഒട്ടും മോശമല്ല എന്ന് പല അനുഭവങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാവുന്നുണ്ട്. ഈ ഒരു വസ്തുതയും വിശ്വാസത്തിന്റെ പ്രസക്തിയും അംഗീകരിച്ചുകൊണ്ട് വിശ്വാസ വ്യാപാരികളുടെ ചൂഷണത്തിനും ദുർപ്രവൃത്തികൾക്കുമെതിരായി നാം പോരാടുകയും വേണം. അപ്പം ശാസ്ത്രീയതയുടെയും യുക്തിവിചാരത്തിന്റെയും പേരിൽ ആത്മീയത എന്ന വാക്കിന് അയിത്തം കൽപ്പിച്ചെടുത്താണ് അവിടെയാണ് നമുക്ക് പറ്റിയ തെറ്റ്. മതപരമായ ആത്മീയതയ്ക്ക് അതീതമായ ഒരു ആത്മീയതയും ധാർമ്മികതയും നമുക്ക് നിർവചിക്കാൻ കഴിയും. അത് പക്ഷേ യുക്തിക്ക് അതീതമായിരിക്കാം. ഇതേക്കുറിച്ച് കാൽസാഗൻ തന്നെ പറയുന്നത് ശാസ്ത്രം ആത്മീയതയുമായി ഒത്തുപോകുമെന്ന് മാത്രമല്ല, അത് ആത്മീയതയുടെ മഹനീയ സ്രോതസ്സുമാണ് എന്നതാണ്. പ്രകാശവർഷങ്ങളുടെ അഗാധതയിലും കാലത്തിന്റെ അപാരതയിലും നമ്മുടെ യഥാർത്ഥമായ സ്ഥാനം നാം തിരിച്ചറിയുമ്പോൾ, ജീവന്റെ മൃദുല മനോഹര സൗന്ദര്യവും നിഗൂഢതയും ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഉള്ളിൽ എറിഞ്ഞുകൂടുന്ന ഔന്നത്യവും ആനന്ദാനുഭൂതിയും തീർച്ചയായും അത് ആത്മീയം തന്നെയാണ്. ശാസ്ത്രവും ആത്മീയതയും പരസ്പര നിഷേധങ്ങളാണെന്ന വാദം രണ്ടിനും ദോഷമേ ചെയ്യുള്ളൂ എന്ന് തന്നെയാണ് കാൽസാഗൻ പറയുന്നത്. പലരും പറയാറുണ്ട്, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നത്, അതിനൊന്നും ശാസ്ത്രീയ അടിത്തറയില്ലെന്ന്. ഇതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ശാസ്ത്രത്തിൽ വിശ്വാസം അർപ്പിക്കാൻ തക്കതായ കാരണങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ്. ശാസ്ത്രത്തിന്റെ നിഗമനങ്ങൾ, സിദ്ധാന്തങ്ങൾ, തിയറികൾ അത് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തേത് പഴയതായി പോയിരിക്കുന്നു, പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ശരിയെന്ന് പറഞ്ഞിരുന്നത് ഇന്ന് തെറ്റാണെന്ന് പറയുന്നു. അപ്പൊ അനുദിന തിരുത്തലുകളിലൂടെയാണ് ശാസ്ത്രം മുന്നേറുന്നത്. ശാസ്ത്രത്തിൽ നിത്യസത്യം എന്നൊന്നില്ല. അതാണ് നാം ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പുതിയ അറിവുകൾ വരുമ്പോൾ പഴയത് തിരുത്തപ്പെടുന്നു. അങ്ങനെ അനുദിനം മാറി വരുന്ന ശാസ്ത്രത്തിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അചഞ്ചലമായ നിത്യസത്യത്തിൽ വിശ്വസിക്കണോ? എന്റെ അറിവിലും അനുഭവത്തിലും നിന്ന് എനിക്ക് പറയാനുള്ളത്,
ശാസ്ത്രത്തിലല്ല ദൈവത്തിലാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം ഭൗതികവും ദൃശ്യവുമായ കാര്യങ്ങൾ മാത്രമാണ് ശാസ്ത്രത്തിന് വിലയിരുത്താനുള്ളത്. അഭൗതികവും അദൃശ്യവും പദാർത്ഥാതീതവുമായ വസ്തുതകളെ ശരിയോ തെറ്റോ എന്ന് പറയുവാൻ ശാസ്ത്രത്തിന് സാധിക്കില്ല. മനുഷ്യ സമൂഹത്തിന്റെ പ്രായോഗികാനുഭവ ഘട്ടങ്ങളിൽ മേൽക്കുമേൽ സംശോധിതവും സ്ഥിരീകൃതവുമായ വസ്തുതകൾ അടങ്ങുന്നതും ചരിത്രപരമായി വികാസം പ്രാപിച്ചതുമായ വിശിഷ്ട വിജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്ന സാമൂഹ്യ അവബോധമാണ് സയൻസ് അഥവാ ശാസ്ത്രമെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ വെളിപ്പെടുന്ന വസ്തുതകൾ, അത് വിശകലനം ചെയ്ത് പൊരുത്തപ്പെടുവാൻ സൃഷ്ടിക്കുന്ന സിദ്ധാന്തങ്ങൾ, അങ്ങനെ തെളിയിക്കപ്പെട്ടതും തെളിയിക്കപ്പെടാവുന്നതുമായ ഏത് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ് ബൈബിളിനെ എതിർക്കുന്നതെന്ന് പരിശോധിച്ചാൽ ശാസ്ത്രത്തിന്റെ പക്കൽ അങ്ങനെയൊരു സിദ്ധാന്തം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. പരിണാമവാദം ഇങ്ങനെ, അല്ലെങ്കിൽ ബിഗ് ബാങ് ഇങ്ങനെ എന്നൊക്കെ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷയിൽ കുറെ വിശദീകരണം നൽകുന്നു എന്നല്ലാതെ കൃത്യമായ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അത് തെളിയിക്കപ്പെട്ടിട്ടില്ല, അത് തെളിയിക്കപ്പെടാവുന്നതുമല്ല. ഈ നിഗമനങ്ങളെയും സിദ്ധാന്തങ്ങളെയും അടിസ്ഥാനമാക്കി ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ജീവനുള്ള ഒരു പുൽനാമ്പ് പോലും സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. ശൂന്യതയിൽ ഒരു കോശം എങ്ങനെ രൂപീകൃതമാകുമെന്നോ, അതിൽ ജീവൻ എങ്ങനെ സംക്രമിക്കുമെന്നോ, ജീവൻ നിലനിൽക്കത്തക്ക വിധം സാഹചര്യങ്ങൾ എപ്രകാരം ക്രമീകരിക്കപ്പെടുമെന്നോ വിശദീകരിക്കുവാൻ ശാസ്ത്രത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ശാസ്ത്രത്തിന് ഇനിയും കണ്ടുപിടിക്കാൻ ഒന്നുമില്ല എന്നൊരവസ്ഥ ഒരിക്കലും സംജാതമാകുന്നില്ല. ശാസ്ത്രത്തിന് കണ്ടുപിടിക്കുവാൻ പരിമിതികളില്ലേ എന്ന് ചോദിച്ചാൽ പരിമിതികൾ ഉണ്ട് എന്ന് തന്നെയാണ് മറുപടി. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അനന്തത എന്നത് ശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു ബാലികേറാമലയാണ്. മനുഷ്യൻ അവൻ നിരീശ്വരവാദിയാകട്ടെ, ദൈവവിശ്വാസിയാകട്ടെ, ശാസ്ത്രജ്ഞനാകട്ടെ, ആരുമാകട്ടെ, അവന് കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്ന ഒരു സമയപരിധിയിൽ നടക്കുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അവന്റെ വിശ്വാസങ്ങളും ശാസ്ത്രവും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയപരിധിക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കുവാൻ ശാസ്ത്രത്തിന് ഇന്നത്തെ സ്ഥിതിയിൽ കഴിയുന്നതേ ഇല്ല. അതിനാൽ ഒരു സമയപരിധിയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് സത്യമോ അർത്ഥസത്യമോ അസത്യമോ അതെന്തായാലും അതാണ് അന്തിമ സത്യമെന്ന് വിശ്വസിക്കുവാൻ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിരിക്കുന്ന മനുഷ്യർ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് സത്യം. ഇതാണ് ശാസ്ത്രീയതയുടെ ഏറ്റവും വലിയ അപകടം. സമയപരിധി ചെറുതാക്കുവാനോ വലുതാക്കുവാനോ കഴിയില്ല എങ്കിൽ അവിടെ തുടങ്ങുന്നതാണ് ശാസ്ത്രത്തിന്റെ പരിമിതി എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. യുക്തിയുടെയും മതത്തിന്റെയും വിഹാര സാമ്രാജ്യങ്ങൾ വാസ്തവത്തിൽ രണ്ടാണെങ്കിലും മതം യുക്തി വിരുദ്ധമാണെന്ന് ഒരിക്കലും അർത്ഥമാക്കരുത്. മതം യുക്തിബോധത്തിനോ ശാസ്ത്രത്തിനോ ഒരിക്കലും എതിരല്ല. ചിലപ്പോൾ മതതത്വങ്ങൾ വിശദീകരിക്കുന്നതിന് പോലും യുക്തിചിന്ത ആവശ്യമായി വരുമെന്ന വസ്തുത നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഭൗതിക ശാസ്ത്ര സിദ്ധികളിൽ ഏറ്റവും മഹത്വം ആധുനികമായ ഒന്നാണ് ഗോളാന്തരയാത്ര എന്ന് പറയുന്നത്. 1969 ആണ്ടിലാണ് മനുഷ്യന്റെ ചിരകാല സ്വപ്നമായ ഗോളാന്തരയാത്ര. അപ്പം ചന്ദ്രയാത്രികരായിരുന്ന ശാസ്ത്രജ്ഞന്മാർ ദൈവനിഷേധികളോ മതനിഷേധികളോ അല്ലായിരുന്നു. അപ്പോളോ 12 ചാന്ദ്രിക യാത്രക്കാർ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തെ പ്രാർത്ഥിച്ചതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കമാൻഡർ ഫ്രാങ്ക് ബാർമൻ
ലോകജനതയ്ക്ക് സാർവത്രികമായ സമാധാനം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു എന്നാണ് നാം ചരിത്രത്തിൽ നോക്കിയാൽ കാണുവാൻ കഴിയുന്നത്. അപ്പോളോ യാത്രികനായ എഡ്വിൻ ആൽഡ്രിൻ ചന്ദ്രനോട് അടുത്തപ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ചതായി അദ്ദേഹം തന്നെ ലോകത്തെ അറിയിക്കുകയുണ്ടായി. ദൈവവിശ്വാസവും ശാസ്ത്ര മനസ്സും തമ്മിൽ ശത്രുത്വമില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്നാൽ ദൈവത്തെയും മതത്തെയും നിഷേധിക്കുന്ന പ്രവണത, അതാണ് ഇന്ന് യുക്തിവാദികളിൽ പൊതുവെ നാം കാണുന്നത്. യുക്തിബോധത്തിന്റെയും ശാസ്ത്രീയ വിജ്ഞാനത്തിന്റെയും അനിവാര്യ താൽപര്യമാണ് ഇതെന്നാണ് അവർ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതേപ്പറ്റി നാം അല്പമായിട്ടെങ്കിലും ഒന്ന് ചിന്തിച്ചു പോകേണ്ടത് ആവശ്യമാണ്. 19ാം ശതകത്തിലും 20ാം ശതകത്തിന്റെ ആരംഭത്തിലും മനഃശാസ്ത്രകാരന്മാരിൽ പലരും മതത്തെ പാടെ തള്ളിക്കളഞ്ഞിരുന്നു. 1856, 1939 കാലഘട്ടങ്ങളിൽ ജീവിച്ച സിഗ്മണ്ട് ഫ്രോയിഡ് മതത്തെ ഒരു മിഥ്യാസങ്കല്പമായും ബാലചാബല്യമായാണ് വിവക്ഷിച്ചിരുന്നത്. ഈ മാർഗത്തിൽ ആധുനിക ശാസ്ത്രജ്ഞന്മാർ കുറെ ദൂരം സഞ്ചരിച്ചു. എന്നാൽ ആ വീക്ഷണം ശരിയല്ലെന്നും മതം മനുഷ്യന് അത്യന്താപേക്ഷിതമാണെന്നുമാണ് ഇന്നത്തെ ആധുനിക മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ മതം. 20ാം നൂറ്റാണ്ടിലെ പ്രമുഖ മനഃശാസ്ത്ര പണ്ഡിതനായി ഗണിക്കപ്പെടുന്ന യുങ്ങിന്റെ നിഗമനം തന്നെ ശ്രദ്ധേയമാണ്. യുക്തിബോധത്തിന് വിരുദ്ധമല്ലെങ്കിലും അതിനതീതമായ ഒന്നാണ് മതമെന്ന് യുങ് സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ മതബോധത്തിന് പ്രധാനമായും ആധാരമായി വർത്തിക്കുന്നത് അന്ധകരണാനുഭൂതിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിനാണ് ശാസ്ത്രകാരന്മാർ അന്തർജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ മതത്തിലും ദൈവത്തിലും വിശ്വസിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അന്ധചോദനയാണ്. അപ്പോൾ യുക്തിയേക്കാൾ ആശ്രയിക്കാൻ പറ്റിയതാണ് അന്ധകരണാനുഭൂതി. അതെന്തുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, യുക്തിയിൽ ബോധമനസ്സിന്റെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. എന്നാൽ അന്ധകരണത്തിലാവട്ടെ ബോധമനസ്സിനോടൊപ്പം യുഗാന്തരങ്ങളായി മനുഷ്യൻ സമാഹരിച്ചു വന്ന ജ്ഞാനവിജ്ഞാനങ്ങളുടെ ഭണ്ഡാകാരമായ അബോധ മനസ്സിന്റെ പ്രവർത്തനം കൂടെയുണ്ട്. അത് മതപരമായ എല്ലാറ്റിന്റെയും സാധുത്വത്തിന് നിദാനം ഈ അന്ധകരണാനുഭൂതിയാണ്. ഈ അന്ധകരണാനുഭൂതി എന്ന് പറയുമ്പോൾ നിങ്ങൾ അതൊരു വികാരമാണെന്ന് ചിന്തിക്കരുത്. പഞ്ചേന്ദ്രിയങ്ങളുടെ നിവേദനങ്ങളാണല്ലോ യുക്തിക്കാസ്പദം. അപ്പം അന്ധകരണാനുഭൂതിക്ക് മറ്റൊരു ഇന്ദ്രിയത്തിന്റെ അബോധ മനസ്സിന്റെ പിൻബലമുണ്ട് എന്ന് നാം മറക്കരുത്. അപ്പം മതവും ദൈവവും ഏത് മുതിർന്ന മനുഷ്യനും ശാസ്ത്രജ്ഞനും അനിവാര്യമായി തീരുന്ന ഒരു സന്ദർഭമുണ്ട്. ദൈവം മരിക്കുന്നില്ല, ദൈവം ഒരിക്കലും പുറന്തള്ളപ്പെടുകയുമില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കണം. മനുഷ്യവിജ്ഞാനത്തിന്റെ എല്ലാമാണ് ശാസ്ത്രമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ ശുദ്ധ അസംബന്ധമാണ്. ശാസ്ത്രീയമായ രീതിക്ക് ഒരു പരിധിയുണ്ട്, പരിമിതമായ പരിധി എന്ന് തന്നെ ഇനി പറയേണ്ടിയിരിക്കുന്നു. ആ സീമയ്ക്കപ്പുറം വിഹരിക്കുവാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. അതിന്റെ വീക്ഷണം വസ്തുനിഷ്ഠമാണ്. എന്നാൽ പദാർത്ഥ ലോകത്തിനപ്പുറം പോവാൻ ശാസ്ത്രത്തിന് സാധ്യമേ അല്ല. ഏറ്റവും ഉന്നത ശീർഷരായ ശാസ്ത്രജ്ഞന്മാർ പോലും ഇത് തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ഐൻസ്റ്റീൻ തന്റെ ഔട്ട് ഓഫ് മൈ ലേറ്റർ ഇയേഴ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. വസ്തുക്കൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഓരോന്നും എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നതിനപ്പുറം
ശാസ്ത്ര സമ്പ്രദായത്തിന് ഒന്നും പഠിപ്പിക്കാനാവില്ല എന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നുണ്ട്. മനുഷ്യൻ ഈ രംഗത്ത് ആർജിച്ച വിരോചിതമായ നേട്ടങ്ങളെ ലഘൂകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് അർത്ഥമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടരുകയാണ്. മനുഷ്യ കഴിവിന് പ്രാപിക്കാവുന്ന പരമോന്നതമായ മേഖലയിലേക്ക് വസ്തുനിഷ്ഠമായ പ്രസ്തുത വിജ്ഞാനം എത്തിയിട്ടുണ്ട്. പക്ഷേ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള അത് സംബന്ധിച്ചുള്ള അറിവ് എന്താവണം എന്ന അറിവിന്റെ കവാടം തുറന്നു തന്നിട്ടില്ല എന്നതും പ്രകടമാണ്. പൂർണ്ണവും സുവ്യക്തവുമായ അറിവോ മനുഷ്യ ലക്ഷ്യം എന്താവണമെന്ന് ഗ്രഹിപ്പാനോ ശാസ്ത്രത്തിന് കഴിയില്ല. ഏതാനും ലക്ഷ്യങ്ങൾ നേടിത്തരാൻ പറ്റിയ ഒരു ഉപകരണം മാത്രമാണ് വസ്തുവിജ്ഞാനീയം. എന്നാൽ പരമലക്ഷ്യവും അത് പ്രായോഗികമാക്കാനുള്ള ത്വരയും മറ്റു സ്രോതസ്സുകളിൽ നിന്ന് വരേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഐൻസ്റ്റീൻ സൂചിപ്പിച്ച മറ്റു സ്രോതസ്സുകൾ എന്ന വിവക്ഷ ദിവ്യ വെളിപ്പാട് മുഖേന ലഭിക്കുന്ന ജ്ഞാനസരിത്തുകൾ അഥവാ മതഗ്രന്ഥങ്ങളാണ് എന്ന് താൻ പിന്നീട് മറ്റൊരു പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആധുനിക യുക്തിവാദികളുടെ ഒരു മഹാചാര്യനും ഭൗതിക തത്വചിന്തകന്മാരുടെ അനിഷേധ്യ നായകനുമായി വിചാരിക്കപ്പെടുന്ന ബെർട്രാൻഡ് റസലിന്റെ നിലപാട് പരിശോധിക്കുന്നത് ഇത്തരണത്തിൽ കൗതുകമായിരിക്കും. ആകാരത്തോടുകൂടിയവനും പ്രപഞ്ചഗതിയിൽ യഥേഷ്ടം കൈകടത്തുന്നവനുമായ ഒരു ദൈവമുണ്ടെന്ന വാദത്തെ റസൽ എതിർത്തിട്ടുണ്ട്. ശരിയാണ്. എന്നാൽ അദ്ദേഹം കേവല ദൈവവിശ്വാസത്തെ എതിർക്കുന്നില്ലെന്നും ദൈവത്തെക്കുറിച്ചുള്ള മതസങ്കല്പങ്ങളെ മാത്രമാണ് നിഷേധിക്കുന്നതെന്നുമാണ് അദ്ദേഹത്തിന്റെ രചനകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അണുക്കളെ വിഭജിക്കുവാൻ കഴിയുകയില്ലെന്ന് 1897 വരെ വിശ്വസിച്ചിരുന്നു. അത് നമുക്കറിയാം. ആറ്റം എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം തന്നെ അവിഭാജ്യം അഥവാ ഛേദിക്കുവാൻ കഴിയാത്തത് എന്നാണ്. എന്നാൽ 1897 ജെ തോംസൺ എന്ന ശാസ്ത്രജ്ഞൻ അണുവിൽ നിന്ന് ഇലക്ട്രോൺ എന്നൊരു പദാർത്ഥത്തെ വേർപെടുത്തി. ക്രമേണയാണ് അണുവിന് ഘടനയുണ്ടെന്ന് വെളിപ്പെട്ടത്. അപ്പൊ അണുവിന്റെ കേന്ദ്രഭാഗത്തിന് ന്യൂക്ലിയസ് എന്നാണ് പേര്. അപ്പൊ ആ ന്യൂക്ലിയസിന്റെ വ്യാസം അണുവിന്റെ വ്യാസത്തിന്റെ 1/1000 ഭാഗമാണ്. ന്യൂക്ലിയസിന് വെളിയിൽ ഇലക്ട്രോണുകളുണ്ട്. ഇലക്ട്രോണിന് ഹൈഡ്രജൻ അണുവിന്റെ 1840 1 ഭാഗം ഭാരമുണ്ട്. അപ്പൊ അണുവിന്റെ പിണ്ഡം ഏറിയ കൂറും ന്യൂക്ലിയസിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോൺ എന്നത് വൈദ്യുതിയുടെ ഏറ്റവും ചെറിയ അംശമാണ്. വൈദ്യുതി 2 തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. മൂലവൈദ്യുതിയും അധിക വൈദ്യുതിയും. ഇവ പരസ്പരം വികർഷിക്കുന്നു. ഇലക്ട്രോൺ മൂലവൈദ്യുതിയാണ്. ന്യൂക്ലിയസിൽ അധിക വൈദ്യുതിയുണ്ട്. ഇവ തമ്മിൽ ആകർഷിച്ച് ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ പതിച്ച് നിർവീര്യമാകുവാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുന്ന പക്ഷം വസ്തുക്കളുടെ രാസപ്രഭാവങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പ്രപഞ്ചം പ്രവർത്തനരഹിതമായി തീരും. ഭൂമി സൂര്യന്റെ ആകർഷണത്തിന് വിധേയമായി സൂര്യനിൽ പതിക്കാത്തത് അതിവേഗം സൂര്യന് ചുറ്റും ഭൂമി പ്രദക്ഷിണം ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് റൂദർഫോർഡ്, നീൽസ് ബോർഗ് എന്നീ ശാസ്ത്രജ്ഞന്മാർ 1912 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ ഇലക്ട്രോണും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ടെന്ന് 1925 ഓലൻബെക്ക് എന്ന ശാസ്ത്രജ്ഞൻ അഭിപ്രായപ്പെട്ടു. അപ്പൊ ഇലക്ട്രോൺ ഒരു കണികയാണെന്ന സങ്കല്പത്തിലാണ് ഈ അഭ്യൂഹങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന വസ്തുവിനെയാണ് കണിക എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഒരു കണികയാണെന്ന് സങ്കല്പിച്ച് മുൻപോട്ട് പോയാൽ പല വൈഷമ്യങ്ങളും നേരിടും.
അതുകൊണ്ട് ഇലക്ട്രോൺ കണികയല്ല, തരംഗ സമൂഹമാണെന്ന് ലൂയിസ് ഡി ബ്രായ് എന്ന ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ 1924 അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് തരംഗവാദം ആവിർഭവിച്ചത്. ഇലക്ട്രോൺ ഒരേ സമയം കേന്ദ്രീകൃതമായ കണികയായും വ്യാപൃതമായ തരംഗ സമൂഹമായും സ്ഥിതി ചെയ്യുവാൻ സാധ്യമല്ല, അഥവാ തരംഗവാദവും കണികാവാദവും പരസ്പര വിരുദ്ധമാണ്. അപ്പൊ ഇവയിൽ ഏതാണ് ശരിയെന്ന് തീരുമാനിക്കുവാൻ പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അപ്പം കണിക സ്വഭാവം വെളിപ്പെടുത്തത്തക്ക പരിതസ്ഥിതികൾ സംജാതമാകുന്ന പരീക്ഷണങ്ങളിൽ ഇലക്ട്രോൺ കണിക എന്നതുപോലെ പെരുമാറി, മറിച്ച് തരംഗ സ്വഭാവം പ്രകടമാകത്തക്ക പരീക്ഷണങ്ങളിൽ ഇലക്ട്രോൺ തരംഗം എന്നതുപോലെ പെരുമാറി. അപ്പൊ ഇതുപോലുള്ള ഒരു സ്ഥിതിവിശേഷം 1905 വെളിച്ചത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വാദങ്ങളിൽ ഉളവായി. വെളിച്ചത്തിന്റെ ഏറ്റവും ചെറിയ അംശം കണികയാണോ തരംഗമാണോ എന്നതാണ് വാദം. അതിന് തീർപ്പ് കൽപ്പിക്കുന്ന കാര്യത്തിൽ ഉള്ള പരീക്ഷണങ്ങളൊക്കെ പരാജയപ്പെട്ടു. അങ്ങനെ നിരീക്ഷണ വിധേയമായ ഏതു വിഷയത്തിനും തീർപ്പ് കൽപ്പിക്കുവാൻ പരീക്ഷണങ്ങൾ സഹായിക്കും എന്ന ശാസ്ത്രത്തിന്റെ വിശ്വാസം തകർന്നുപോയി. അത് വ്യക്തമാക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വിശദീകരിച്ചത്. വളരെയേറെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇലക്ട്രോൺ വാസ്തവത്തിൽ തരംഗവുമല്ല കണികയുമല്ല, അതിന്റെ സ്വഭാവം മനുഷ്യന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ ചില പരിസ്ഥിതികളിൽ തരംഗം പോലെയും മറ്റു ചില പരിസ്ഥിതികളിൽ കണിക പോലെയും പെരുമാറുന്നുവെന്നേ ഉള്ളൂ എന്നുള്ള നിഗമനത്തിലാണ് ശാസ്ത്രജ്ഞന്മാർ എത്തിച്ചേർന്നത്. ഇലക്ട്രോണിന്റെ ഘടനയിൽ അന്തർലീനമായിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യന്റെ ഗ്രഹണശക്തിയെ വെല്ലുവിളിച്ച് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ശാസ്ത്രം ഇവിടെ അടിയറവ് പറഞ്ഞിരിക്കുകയാണ്. വസ്തു, ദ്രവ്യം, മാറ്റർ, എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് സ്കൂൾ വിദ്യാർത്ഥികൾ ഉത്തരം പറയും. പിണ്ഡമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതുമായ ഒന്നാണ് വസ്തു എന്നവർ പറയും. എന്നാൽ ആധുനിക ശാസ്ത്രജ്ഞൻ ഈ ചോദ്യത്തിന് മുൻപിൽ മുട്ടുകുത്തും. വസ്തുവും പിണ്ഡവും സ്ഥലവും സമയവും എല്ലാം മനുഷ്യന്റെ ഗ്രഹണശക്തിക്ക് അപ്പുറത്താണ് എന്ന് ഇന്ന് ശാസ്ത്രത്തിന് ബോധ്യമുണ്ട്. ആധുനിക ശാസ്ത്രത്തിന് അടിസ്ഥാനമിട്ട ഗലീലിയോ എന്ന ശാസ്ത്രജ്ഞൻ ഡയലോഗ് ഓൺ ദി ഗ്രേറ്റ് വേൾഡ് സിസ്റ്റംസ് എന്ന കൃതിയിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. പ്രകൃതിയുടെ പ്രഭാവങ്ങളെ ഗ്രഹിക്കുവാൻ മനുഷ്യന്റെ ബുദ്ധിശക്തി മതിയായതാണെന്ന് വിശ്വസിക്കുന്നവർ അസാധാരണ ബുദ്ധിഹീനരാണെന്ന് ഞാൻ എപ്പോഴും കരുതുന്നു. ലോകത്തിലുള്ള ഏറ്റവും പ്രതിഭാശാലികളായ ചിന്തകന്മാർക്ക് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളിൽ ഏറ്റവും നിസ്സാരമായോ പോലും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കയില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ്: എല്ലാം അറിയാമെന്ന ഭാവം യാതൊന്നും ഒരിക്കലും വേണ്ട വിധം അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടുളവാകുന്നതാണ്. ഗലീലിയോ 1642 മരിച്ചു. എങ്കിലും ഗലീലിയോയുടെ ഈ അഭിപ്രായം പൂർണ്ണമായും സത്യമാണെന്ന് ആധുനിക ശാസ്ത്രത്തിന് സമ്മതിക്കാത്ത തരമില്ല. അപ്പം ശാസ്ത്രത്തിന്റെ പരിമിതികളും ബലഹീനതകളും ഒക്കെ നാം മനസ്സിലാക്കാതെ അതിനെ അന്ധമായി വിശ്വസിച്ചാൽ അത് നമ്മളെ നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സത്യസന്ധമായി ഒന്ന് ചോദിക്കൂ, നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കൂ, ഈ മഹാപ്രപഞ്ചവും അതിൽ നാം അധിവസിക്കുന്ന ഭൂമിയും എങ്ങനെയുണ്ടായി? അപകടരഹിതമായി സജീവമായി അതെങ്ങനെ നിലനിൽക്കുന്നു? അതെങ്ങനെ പ്രവർത്തിക്കുന്നു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതെല്ലാം കേവലം യാദൃച്ഛികമായി ഉണ്ടായതാണോ? യുക്തിവാദികൾ പറയുന്നത്, പഠിപ്പിക്കുന്നത് കുറെ യാദൃച്ഛിക സംഭവങ്ങളുടെ ആകെത്തുകയാണ് ഈ പ്രപഞ്ചവും നാം അധിവസിക്കുന്ന ഭൂമിയും ഇവിടെയുള്ള ജീവജാലവും എന്നാണ്. ഒരു സൃഷ്ടാവിനെയോ വിവേകപൂർവമായ ഒരു സംവിധാനമോ ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് സമ്മതിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല.
തങ്ങൾ കണ്ടെത്തിയത് മാത്രമാണ് ശരിയെന്ന് അവർ അന്ധമായി വിശ്വസിക്കുന്നു. പ്രാചീന വാനനിരീക്ഷകനായിരുന്ന ടോളമി AD 150 നഗ്നനേത്രങ്ങൾ കൊണ്ട് 1086 നക്ഷത്രങ്ങളെ എണ്ണി. ആകെ കൂടി 3000 നക്ഷത്രങ്ങളിൽ കൂടുതൽ കാണാൻ സാധ്യതയില്ലെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോപ്പർനിക്കസിന്റെ കാലമായപ്പോഴേക്ക് സംഖ്യ അല്പം കൂടെ വർദ്ധിച്ചു. ഗലീലിയോ ദൂരദർശിനി കണ്ടുപിടിച്ച ശേഷം നക്ഷത്രങ്ങളുടെ സംഖ്യയെ സംബന്ധിച്ച കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റി. ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. മനുഷ്യന്റെ അറിവ് വർദ്ധിക്കുന്തോറും പ്രപഞ്ചത്തിന്റെ അതിർത്തി വർദ്ധിച്ചു വരികയാണ്. 10,000 കോടി താരങ്ങളെ ഉൾക്കൊള്ളുന്ന 10,000 കോടി താരസമൂഹങ്ങളെങ്കിലും പ്രപഞ്ചത്തിൽ ഉണ്ടാവുമെന്ന് ഇന്ന് ശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ലോകത്തിലെ എല്ലാ കടൽ തീരത്തും കാണുന്ന മണൽത്തരികളുടെ എണ്ണത്തിനു തുല്യം നക്ഷത്രങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് വാനശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നു. അവയെല്ലാം വളരെ കൃത്യമായി അവയുടെ പാതകളിൽ സഞ്ചരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട നിയമങ്ങൾ അനുസരിക്കുന്നതിൽ അവ വീഴ്ച വരുത്തുന്നില്ല. അതുകൊണ്ടാണ് അവ നിലനിൽക്കുന്നത്. അപകേന്ദ്രബലവും അഭികേന്ദ്രബലവും തുല്യമായിരിക്കുന്നെങ്കിൽ മാത്രമേ ഒരു ഗോളം മറ്റൊരു ഗോളത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള നിയമങ്ങൾ ആരാണ് അവയ്ക്ക് നൽകിയത്? ഭൂമി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറേക്ക് പോയി മറയുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ 23.5 ഡിഗ്രി ചെരിഞ്ഞ് നിലകൊണ്ടാണ് ഭൂമി സൂര്യനെ പ്രദക്ഷിണം വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ആ ചെരിവ് വളരെ നിസ്സാരമായ ഒരു സംഭവമായി നമുക്ക് തോന്നാം. പക്ഷേ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് മുഴുവൻ കാരണമായ ഋതുഭേദങ്ങളും ശീതോഷ്ണസ്ഥിതിയും ആ ചെരിവ് കൊണ്ടാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഉത്തരായന ദക്ഷിണായനങ്ങൾ, സമുദ്രജല പ്രവാഹം, കാറ്റിന്റെ ഗതി, ധ്രുവങ്ങളിലെ ശൈത്യാവസ്ഥ എന്നിങ്ങനെ വിശദീകരണാതീതമായ എത്രയോ പ്രതിഭാസങ്ങളാണ് ഈ ചെറിയ ചെരിവ് മൂലം ഭൂമി നേടിയിട്ടുള്ളത്. ചന്ദ്രനിൽ വായുമണ്ഡലം ഇല്ലാത്തതിന്റെ കാരണം വായുമണ്ഡലത്തെ ആകർഷിച്ച് നിലനിർത്തുവാനുള്ള വലിപ്പമോ ദ്രവ്യമാനമോ ചന്ദ്രനില്ലാത്തതുകൊണ്ടാണ്. അപ്പം ഭൂമിക്ക് ജീവജാലങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടു പോകുവാനുള്ള എല്ലാ പ്രത്യേക കഴിവുകളും കേവലം യാദൃച്ഛികമായി കൈവന്നിട്ടുള്ളതാണെന്ന് നാം തെറ്റിദ്ധരിക്കരുത്. ഊഷ്മസ്ഥിതിയിൽ കാര്യമായ വ്യത്യാസം വരുത്താതെ തന്നെ വളരെയധികം താപോർജ്ജത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള ഏക പദാർത്ഥമാണ് ജലം. ജലത്തിന്റെ താപാഗീകരണ വേഗത വളരെ കൂടുതലാണ്. അതായത് ഉരുക്കിന്റേതിനേക്കാൾ 10 മടങ്ങ് കൂടുതൽ. പകൽ സമയത്ത് സമുദ്രം വളരെയധികം താപം വലിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഭൂമി ശീതളമായി തീരുന്നു. രാത്രി സമയത്ത് ഈ താപം പുറത്തേക്ക് വരികയും അന്തരീക്ഷത്തെ അതിശൈത്യത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ദിനരാത്രി ഉഷ്ണസ്ഥിതികളിൽ അനൽപമായ വ്യതിയാനമുണ്ടാകും. പകൽ സമയത്ത് വെള്ളം തിളയ്ക്കുവാൻ തക്കവണ്ണം ചൂടാകുകയും രാത്രി സമയത്ത് ജലത്തെ മരവിപ്പിക്കുവാൻ തക്കവണ്ണം തണുക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അസാധ്യമായി തീരും. അപ്പൊ ഇവിടെ ജലം ഒന്നാന്തരം ഒരു ഊഷ്മ ദൃഢീകരണിയാണ്, ടെമ്പറേച്ചർ സ്റ്റെബിലൈസർ. അപ്പം ഭൂമിയിലുള്ള മഹാസമുദ്രങ്ങൾ ഇവിടെ നമ്മുടെ നിലനിൽപ്പിന്റെ അവിഭാജ്യ ഘടകമായി മാറുന്നു. എന്നാൽ ഇതേ ജലത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനുള്ള കഴിവുണ്ട്. എല്ലാ പദാർത്ഥങ്ങളെയും ചൂടാക്കിയാൽ വികസിക്കുകയും തണുപ്പിച്ചാൽ ചുരുങ്ങുകയും ചെയ്യും. ഒരേ പദാർത്ഥം കൊണ്ടുള്ളതും ഒരേ വലിപ്പമുള്ളതുമായ 2 വസ്തുക്കളിൽ ഒന്ന് വളരെ തണുത്തതാണെങ്കിൽ അതിന് ഭാരമേറും. ഇത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നില്ല. എന്നാൽ ജലത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അപൂർവം ചില അവസരങ്ങൾ ഒഴികെ
ജലം മറ്റേതൊരു പദാർത്ഥത്തെയും പോലെ തന്നെ തണുക്കുവാൻ ചുരുങ്ങുന്നു. എന്നാൽ മറ്റുള്ള എല്ലാ പദാർത്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 4 ഡിഗ്രി സെന്റിഗ്രേഡ് ആകുന്നതുവരെ ചുരുങ്ങുകയും പെട്ടെന്ന് അത്ഭുതകരമാം വിധം ഘനീഭവിക്കുന്നതുവരെ വികസിക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അപ്പോ 4 ഡിഗ്രി സെന്റിഗ്രേഡിന് ശേഷം തുടർന്നും ചുരുങ്ങുകയായിരുന്നുവെങ്കിൽ അതിന്റെ ഭാരം വർദ്ധിക്കുകയും സമുദ്രാന്തർഭാഗത്തേക്ക് താഴുകയും ചെയ്യും. ഇപ്പൊ മഞ്ഞുകട്ടയാവുമ്പോൾ ഭാരം കൂടുകയാണെങ്കിൽ അത് ആ സമുദ്രത്തിന്റെ അടിയിലേക്ക് താഴുകയും പരിണിത ഫലമായി സമുദ്രാന്തർഭാഗത്തുള്ള ജലം തണുത്തുറയുകയും ജലജീവികൾ ചാവുകയും ചെയ്യും. ക്രമേണ കൂടുതൽ കൂടുതൽ ജലം തണുത്തുറയും, സമുദ്രാന്തർഭാഗത്ത് അത് കുന്നുകൂടുകയും ചെയ്യും. സമുദ്രങ്ങളുടെയും തടാകങ്ങളുടെയും ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന മഞ്ഞുകെട്ടി സൂര്യന്റെയും അടിയിലുള്ള ഉഷ്ണജലത്തിന്റെയും ചൂട് നിമിത്തം വേനൽക്കാലത്ത് ഉരുകുന്നു. പ്രകൃതിയിലെ പ്രതിഭാസങ്ങളാണ്. ഇതൊന്നും യാദൃച്ഛികമായിട്ടുണ്ടാകുന്നതല്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വിശദീകരിക്കുന്നത്. ഇങ്ങനെ താപീകരണവും താഴ്ചയും സമുദ്രജല പ്രവാഹത്തിന് കാരണമായി തീരുന്നുണ്ട്. അപ്പം സമുദ്രജലം ഘനീഭവിക്കാതെ ദ്രാവകമായി തന്നെ സ്ഥിതി ചെയ്യുന്നതിന് ഈ പ്രവാഹങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പം ജലത്തിൽ പിന്നീട് ജലത്തെ വിട്ടിട്ട് അതിന് വിപരീത വായുവിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജലത്തിൽ സംഭവിക്കുന്നതിന് നേരെ വിപരീതമാണ് കരയിൽ സംഭവിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്നുള്ള വായു സൂര്യന്റെ കിരണങ്ങളേറ്റ് ചൂടാകുകയാണ്. അപ്പൊ ഈ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നു. ഇപ്രകാരം സംഭവിക്കുന്നതുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലത്തോട് അടുത്തുള്ള വായുവിന്റെ ഊഷ്മാവ് ജീവന്റെ നിലനിൽപ്പിന് അനുയോജ്യമായി നിലകൊള്ളുന്നത്. അപ്പൊ ജലത്തിന്റെ സ്വഭാവം തന്നെയായിരുന്നു വായുവിന് ഉണ്ടായിരുന്നതെങ്കിൽ ഭൂമിയുടെ ഉപരിതലോഷ്മാവ് അസഹനീയമാകുകയും ജീവന് അപകടത്തിലാകുകയും ചെയ്യുമായിരുന്നു. ഭൗമോപരിതലത്തിൽ നിന്ന് 100 കണക്കിന് അടി മുകളിലുള്ള വായു തീർത്തും തണുത്തതും ജീവന്റെ നിലനിൽപ്പിന് കൊള്ളാത്തതുമായി തീരുമായിരുന്നു. അപ്പോൾ ജീവന് അനുയോജ്യമായ ഭാഗം കേവലം ഒരു ചെറിയ ഖണ്ഡമായി മാറും. അതും അധികകാലത്തേക്ക് പറ്റാത്തതും ഭൗമജീവ സന്ധാരണത്തിന് ഉപകാരികളായി വർത്തിക്കുന്ന വൃക്ഷലതാദികൾക്ക് ശൈത്യമേഖലയിൽ നിലനിൽക്കുന്നതിന് സാധിക്കാതെയും പോകും. പക്ഷികൾക്ക് ആഹാരവും വിശ്രമസ്ഥലവും പ്രാണവായുവും നഷ്ടമാകും. ഉഷ്ണവായു മുകളിലേക്ക് ഉയരുന്നത് കൊണ്ടാണ് ഭൂമിയിൽ ജീവിതം സാധ്യമായി തീരുന്നത്. അപ്പം ഉഷ്ണവായുവിന്റെ മുകളിലേക്കുള്ള ചലനം മൂലം ഉണ്ടാകുന്ന കാറ്റ് ഭൂമിയിലെ പരിസ്ഥിതി വ്യൂഹത്തെ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. പട്ടണ പ്രദേശങ്ങളിലും മറ്റും അത്യധികമായി ഉളവാക്കപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിനെ കാറ്റടിച്ച് മാറ്റുകയും അവിടെ അത്യാവശ്യമായിരിക്കുന്ന ഓക്സിജനെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ മനുഷ്യൻ വിഷലിപ്തമാക്കാത്ത സാധാരണ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതക മിശ്രിതം ജീവന്റെ നിലനിൽപ്പിന് മതിയായതാണ്. എന്നാൽ അതിൽ വ്യത്യാസം സംഭവിച്ചാൽ, അതായത് ഓക്സിജൻ കുറയുകയോ കാർബൺ ഡയോക്സൈഡ് കൂടുകയോ അന്തരീക്ഷമർദ്ദം കൂടുകയോ കുറയുകയോ ചെയ്താൽ മനുഷ്യന്റെ ജീവൻ അപകടത്തിലാകും. അപ്പം നമ്മുടെ അന്തരീക്ഷം കുറെ കൂടി ഘനം കുറഞ്ഞതായിരുന്നെങ്കിൽ അത് അനുദിനം കത്തിയെരിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ഉൽക്കകൾ ഭൗമോപരിതലത്തിൽ മരണവും നാശവും അഗ്നിപ്രളയവും വിതയ്ക്കുമായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഉത്തരായന ദക്ഷിണായനങ്ങൾ ഇല്ലാതെ വന്നാലുള്ള ഭീകരാവസ്ഥ. സൂര്യൻ എന്നും കൃത്യമായ ഒരേ ഒരു പഥത്തിലൂടെ മാത്രം സഞ്ചരിക്കും. ഭൂമധ്യരേഖാപ്രദേശങ്ങൾ വരണ്ട് മരുഭൂമിയായി മാറും. ഉത്തരദക്ഷിണ ധ്രുവങ്ങൾ കടുത്ത ശൈത്യത്തിലായി മരുവയ്ക്കും. മധ്യരേഖാപ്രദേശങ്ങൾ എന്നും കനത്ത കൊടുങ്കാറ്റുകൊണ്ട് മുഖരിതമായിരിക്കും. എന്നാൽ ഇതൊന്നും സംഭവിക്കാതെ കടുത്ത ശൈത്യകാലം യൂറോപ്പിൽ ഉണ്ടാകാതെ ഉഷ്ണജലപ്രവാഹം അതിലെ ഒഴുക്കി ചൂടുകാറ്റിനെ കൊടുത്തു കടുത്ത ഉഷ്ണകാലം ആഫ്രിക്കയിൽ ഉണ്ടാകുമ്പോൾ ശീതജലപ്രവാഹം അതിലെ ഒഴുക്കി ശീതക്കാറ്റിനെ കൊടുത്തും കൃത്യമായി ഈ ഭൂമിയെ സംരക്ഷിക്കുന്നത് ആര് എന്ന് നിങ്ങൾ ചിന്തിക്കണം.
പിണ്ഡമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമുള്ളതുമായ ഒന്നാണ് വസ്തു എന്ന് പറയുന്നു. ഞാൻ മുൻപ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ വസ്തുവും പിണ്ഡവും സ്ഥലവും സമയവും എല്ലാം മനുഷ്യന്റെ ഗ്രഹണശക്തിക്ക് അപ്പുറമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വിശദീകരിച്ചു പോകുകയാണ്. അണുവിന്റെ ഭാരം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നതിന്റെ ന്യൂക്ലിയസിലാണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ കൊണ്ടാണ് ന്യൂക്ലിയസ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം വികർഷിക്കുന്ന പ്രോട്ടോണുകൾ സാധാരണ നിലയിൽ സമ്മേളിച്ച് ന്യൂക്ലിയസ് ഉണ്ടാവുകയില്ല. പരസ്പര വികർഷണത്തിന് വിരുദ്ധമായി ബലം പ്രയോഗിച്ച് പ്രോട്ടോണുകൾ കൂട്ടിച്ചേർത്ത് വേണം ന്യൂക്ലിയസുകൾ നിർമ്മിക്കുവാൻ. അങ്ങനെ ഒരെണ്ണം മനുഷ്യൻ നിർമ്മിച്ചാൽ അവ നിമിഷങ്ങൾക്കുള്ളിൽ പൊട്ടിത്തെറിച്ച് നശിച്ചു പോകും. അങ്ങനെയെങ്കിൽ ചിന്തിക്കുക, പ്രോട്ടോണുകളെ പരസ്പര വികർഷണത്തിന് വിരുദ്ധമായി ബലം പ്രയോഗിച്ച് അടുപ്പിച്ച് ന്യൂക്ലിയസിനുള്ളിൽ ബന്ധിപ്പിച്ചതാരാണ്? പദാർത്ഥങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം യാദൃച്ഛികമായി അവയ്ക്ക് വന്നു ഭവിച്ചതല്ല എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. പിന്നെയോ ഉദ്ദേശപൂർവം സൃഷ്ടിക്കപ്പെട്ടതാണെന്നാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അണുക്കളെ കാണുവാൻ കഴിയയില്ല എന്നാണ് ശാസ്ത്ര നിഗമനം. അണുവിനെ ആരും കണ്ടിട്ടില്ലെങ്കിൽ അണു ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണ്? അണു ഉണ്ടെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ, ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കാണുവാൻ കഴിയാത്തതൊന്നും വിശ്വസിക്കുകയില്ലെന്ന് യുക്തിവാദികളും നിരീശ്വരവാദികളും പറയാറുണ്ട്. എന്നാൽ ശാസ്ത്രീയ രംഗത്തും ഈ ശാഠ്യം തീരെയില്ല. കാണാത്തവയൊന്നും വിശ്വസിക്കുകയില്ലെന്ന് ശഠിച്ചാൽ ശാസ്ത്രം ഇന്നത്തെ നിലയിൽ വളരുകയില്ല. വായുവും വൈദ്യുതിയും മാത്രമല്ല, അണു, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രിനോ, മിസോൺ മുതലായ അനവധി വസ്തുക്കൾ അദൃശ്യമാണ്. അണു ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ മതിയായ കാരണങ്ങളുണ്ട്. അതുകൊണ്ട് അണു ഉണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കേട്ട് പൊതുജനവും വിശ്വസിക്കുന്നു. അതുപോലെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുവാൻ മതിയായ കാരണങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. വിസ്മയമായ ഈ പ്രപഞ്ചം നിർജീവമായ ഒരു ശരീരത്തിന് തുല്യമാണ്. അതിന് സ്വതവേ പ്രവർത്തിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ആ പ്രവർത്തനങ്ങൾക്ക് കാരണഭൂതനായ ഒരു വ്യക്തി ഉണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭൂമിയിലെ ഒരു നിസ്സാര പുൽത്തുമ്പിൽ പോലും ആ മഹാചൈതന്യം, സർഗസങ്കീർണത നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഡാവിഞ്ചിയുടെ മനോഹരമായ ചിത്രത്തിൽ നോക്കിയാൽ ഡാവിഞ്ചിയെ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല. പക്ഷെ അതിലെ ഏതൊരു നിസ്സാര ഭാഗത്തും അദ്ദേഹത്തിന്റെ കരവിരുത് കണ്ടെത്തുവാൻ കഴിയും. പ്രപഞ്ചവും പ്രപഞ്ച നിയമവും അതൊക്കെ നിലനിൽക്കുന്നതിനെപ്പറ്റി ആലോചിക്കുന്തോറും അവയെ സൃഷ്ടിച്ച് പരിരക്ഷിക്കുന്ന ഒരു മഹാശക്തിയെപ്പറ്റി ഞാൻ ചിന്തിച്ചു പോകുന്നു. അങ്ങനെയൊരു പ്രപഞ്ചശില്പി ഇല്ലാത്ത പ്രപഞ്ചത്തെപ്പറ്റി എനിക്ക് ചിന്തിക്കുവാൻ പോലും സാധ്യമല്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. പരമാണുവിനെപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന നിമിഷത്തിൽ തന്നെ ദൈവത്തെ നമുക്ക് അടുത്തറിയുവാൻ കഴിയുമെന്ന് ഡോക്ടർ സി വി രാമനും, പ്രകൃതിയുടെ ഘടന ബുദ്ധിമാനായ ഒരു സൃഷ്ടികർത്താവിന്റെ ആവശ്യകതയെ സ്പഷ്ടമാക്കുന്നുവെന്ന ഡേവിഡ് ഹ്യൂംസും, സസ്യവൈവിധ്യങ്ങളും അവയുടെ പ്രവർത്തനങ്ങളും ദൈവത്തെ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞനായ ലിനിയും, അചഞ്ചലമായ ഗണിതശാസ്ത്ര തത്വങ്ങളിൽ നമ്മുടെ വിശ്വം ആസൂത്രണം ചെയ്യപ്പെട്ടതും സൃഷ്ടിക്കപ്പെട്ടതുമാണെന്ന് തെളിയിക്കുവാൻ കഴിയുമെന്ന് ഐസക് ന്യൂട്ടനും പറഞ്ഞതിന് കാരണം മറ്റൊന്നുമല്ല. ഇത്തരം അത്ഭുതകരങ്ങളായ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവമില്ല എന്നല്ല, ദൈവമുണ്ട് എന്നാണ് യുക്തിപൂർവം ചിന്തിക്കുന്ന ഒരുവനെ എത്തിച്ചേരുവാൻ കഴിയുന്ന നിഗമനം. എന്നാൽ സൃഷ്ടാവായ ദൈവം ഇല്ല എന്നാണ് നിങ്ങൾ ഇനിയും വാദിക്കുന്നതെങ്കിൽ ജീവൻ എങ്ങനെയുണ്ടായി? ജീവൻ നിലനിൽക്കത്തക്ക വിധം സാഹചര്യങ്ങൾ എപ്രകാരം ക്രമീകരിക്കപ്പെട്ടു എന്നതിന് നിങ്ങൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അതിന് മറുപടി പറയുവാൻ നിങ്ങൾക്ക് ഒരു ശാസ്ത്രത്തിനും കഴിയില്ല.
കാരണം ഇതിനൊരു മറുപടി കണ്ടെത്തുവാൻ തനിയെ യാദൃച്ഛികമായി സകലതും ഉളവായി എന്ന് പറയുവാൻ തക്കവണ്ണം ശാസ്ത്രത്തിന് ഇന്നുവരെ ഒരു തെളിവും ചൂണ്ടിക്കാണിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ശൂന്യതയിൽ നിന്ന് ഒരു പുൽനാമ്പ് പോലും സൃഷ്ടിക്കുവാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. അഥവാ അങ്ങനെയൊന്ന് സൃഷ്ടിക്കപ്പെട്ടാൽ തന്നെ സൃഷ്ടിക്ക് പിന്നിൽ സൃഷ്ടാവും നിർമ്മാണത്തിന് പിന്നിൽ നിർമ്മാതാവുമെന്ന യാഥാർത്ഥ്യത്തിലേക്കായിരിക്കും അത് വിരൽ ചൂണ്ടുക.